1966-ൽ നോർവേയുടെ തണുത്ത തീരങ്ങളിൽ ഒരു സ്റ്റീൽ ഭീമൻ ജനിച്ചു. ഓസ്കാർ സോഡ്. ലോകസമുദ്രങ്ങളെ കീഴടക്കാൻ നിർമ്മിച്ച ഒരു ഭദ്രനായ കൂട്ടുകാരൻ. 1976-ൽ കേരളത്തിന്റെ സ്വപ്നം രൂപം കൊണ്ടു. 5.81 കോടി രൂപയ്ക്ക് വാങ്ങിയ ഈ കപ്പൽ നമ്മുടെ അഭിമാനമായി പുനർജനിച്ചു. MV കൈരളി. 1979 ജൂൺ 30 കൈരളി അവസാനമായൊരു യാത്രയ്ക്കായി പുറപ്പെട്ടു. 49 ജീവനക്കാർ, 21 മലയാളികൾ, ഒരു സ്ത്രീയും ഒരു കുഞ്ഞും. ഒരാളും അറിയാതെ ഇതവരുടെ അവസാന യാത്രയായിരുന്നു. കടൽ ശാന്തം, കാറ്റിന്റെ ശ്വാസം സുഖകരം. ഒന്നും തെറ്റിയതായി തോന്നിയില്ല. ജൂലൈ 3 രാത്രി 8 മണി. കടലിൽ നിന്നുള്ള അവസാന ശബ്ദം. എവറിത്തിങ് നോർമൽ, ഓൾ ഓക്കെ. അതിനുശേഷം ഒരു നിശബ്ദത. ജൂലൈ 8 എത്തേണ്ട കപ്പൽ വന്നില്ല. തുറമുഖം കാത്തിരുന്നു, ലോകം കാത്തിരുന്നു. പക്ഷേ കൈരളി മടങ്ങിയില്ല. ഇന്ത്യൻ നാവികസേന തിരഞ്ഞു. ലോയിഡ്സ് ഓഫ് ലണ്ടൻ അന്വേഷിച്ചു. പക്ഷേ കടൽ തന്റെ രഹസ്യം തുറന്നില്ല. അതിവർഷമോ, അതിരുകവിഞ്ഞ ചരക്കോ, റഡാർ തകരാറോ, ഇരുമ്പയിര് ദ്രവമായി കപ്പൽ മറിഞ്ഞോ? സാധ്യതകൾ മാത്രം, ഉത്തരമൊന്നുമില്ല. 49 വീടുകൾ ഇന്നും കാത്തിരിക്കുന്നു, വരാത്തൊരു മടക്കത്തിന്റെ പ്രതീക്ഷയിൽ. കാലം കടന്നു, പക്ഷേ കൈരളിയുടെ കഥ മലയാളിയുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മറഞ്ഞില്ല. ഇത് കേരളത്തിന്റെ ടൈറ്റാനിക്. ഇവിടെയോ കടലിന്റെ ആഴങ്ങളിൽ MV കൈരളി ഇന്നും കാത്തിരിക്കുന്നു, തന്റെ കഥ പറയാനുള്ള ഒരു നിമിഷം.